സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് അവിയൽ. അവിയൽ എത്രത്തോളം സ്വാദാണോ അത്രയും ആ സദ്യ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് നല്ല സ്വാദോട് കൂടിയ ഒരു അവിയൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അവിയലിന് വേണ്ട കഷ്ണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചേന ഒരു 150 ഗ്രാം, മുരിങ്ങാക്കായ 2 എണ്ണം, വെള്ളരിക്ക 150 ഗ്രാം, ഏത്തക്കായ ഒരു വലിയത്, പയർ 100 ഗ്രാം, ബീൻസ് 100 ഗ്രാം, പടവലങ്ങ 100 ഗ്രാം, ക്യാരറ്റ് ഒരെണ്ണം. ഇത്രയും ചെറുതായിട്ട് നീളത്തിൽ അരിയണം. കട്ടി കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇത് നല്ലതുപോലെ കഴുകി ഒരു പാത്രത്തിലേക്ക് വാരി വയ്ക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഒരു 4 പച്ചമുളക് നീളത്തിൽ കീറിയതും, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ചധികം കറിവേപ്പില, പാകത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 പിടി തേങ്ങ, ഇത്രയും കൂടി നന്നായിട്ട് തിരുമ്മി വയ്ക്കാം. സാധാരണ പച്ചക്കറി തിരുമുമ്പോൾ ഇങ്ങനെ തേങ്ങ ഇട്ട് കൊടുക്കാറില്ല. ഒരു സദ്യയിൽ പാചകക്കാരൻ ചെയ്യണത് ഞാനിങ്ങനെ കണ്ടാണ്. അത് പിന്നെ മുതൽ ഞാനിങ്ങനെയാണ് അവിയൽ വെക്കാറുള്ളത്. നല്ല ടേസ്റ്റാണ് അന്നേരം അവിയലിന്. ഇതൊരു ഉരുളിയിലേക്ക് മാറ്റി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഒരു വാഴയില വെച്ച് നന്നായിട്ട് മൂടി ആവി ഒട്ടും പുറത്തു പോവാത്ത വിധത്തിൽ മൂടി വെച്ചിട്ട് വേവിക്കണം. ഇനി അവിയലിലേക്ക് ഒതുക്കി ചേർക്കേണ്ട കൂട്ട് തയ്യാറാക്കാം. ഇതിനായിട്ട് 1.5 കപ്പ് തേങ്ങ, 5-6 ചോള ചുമന്നുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 1 തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടി മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുക്കാം. ഇത് അരഞ്ഞു പോവരുത്. അരഞ്ഞു പോയാൽ നമ്മുടെ അവിയലിൻ്റെ ആ കൂട്ട് തന്നെ മാറിപ്പോവും. ഒരു നെല്ലിക്ക വലിപ്പം പുളി എടുത്ത് 1/2 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്തി പിഴിഞ്ഞെടുക്കാം. കറി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ ആ നീരാവിയൊക്കെ കൊണ്ട് വെന്തോളും. നമ്മൾ ഒട്ടും വെള്ളം ഇതിൽ ചേർക്കണില്ല. പുളിയുടെ വെള്ളം മാത്രമേ നമ്മൾ ഇതിനകത്ത് ചേർക്കണുള്ളൂ. ഇനി ഇതിലേക്ക് പിഴിഞ്ഞു വെച്ച പുളി ചേർക്കാം. പുളി ചേർത്തിട്ട് നന്നായി ഇളക്കണം. ഇളക്കിയിട്ട് ആ പുളിയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണ വരെ മൂടി വെച്ച് വേവിക്കാം. കഷ്ണമൊക്കെ നന്നായി വെന്ത് പുളിയൊക്കെ പിടിച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 2 മിനിറ്റ് നേരം കൂടി ഇത് തട്ടിപ്പൊത്തി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അവിയൽ പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ടൊരു ചെറിയ കൂട്ടും കൂടെ ചേർക്കാനുണ്ട്. അതൊരു പൊടിക്കൈയാണ്. അപ്പോൾ നമ്മുടെ അവിയലിന് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. ഒരു 5-6 ചോള ചുമന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി പയ്യെ ഒന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുത്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലതായിട്ട് കൈയും കൊണ്ട് തിരുമ്മി ഈ അവിയലിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതാണ് നമ്മുടെ അവിയലിൻ്റെ കൂട്ട്. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സ്വാദിഷ്ടമായ അവിയൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.